ഗ്യാസ് സിലിണ്ടർ ഒരു വീടിന്റെ ഐശ്വര്യമാണ്. ആ വീട്ടിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ പിന്നെ കീഴ്വായി വേറെ സൈഡിൽ കൊണ്ട് ഇടേണ്ട ആവശ്യമില്ല, ഗ്യാസ് തുറന്നു വിട്ടാൽ മതി. കുറെ ദിവസത്തിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും പൊന്നോമന പുത്രനായിട്ടുള്ള സുരേഷ് ഏട്ടൻ രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. സുരേഷ് ഏട്ടൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേൾപ്പിച്ചു തരാട്ടാ. സിലിണ്ടർ ഒരു വീട്ടിലെത്തി 4 അംഗങ്ങളെന്ന് ക്രമീകരിക്കുക. നമ്മൾ 7, 8, 10 കുഞ്ഞുങ്ങളുള്ള വീടുകളൊന്നും നമ്മൾ അങ്ങനെ വേർതിരിക്കുന്നില്ല. ഒരു സ്റ്റാൻഡേർഡ് അസസ്മെന്റിൽ 4 അംഗങ്ങളുള്ള ഒരു കുടുംബം അല്ലെങ്കിൽ 6 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ പെർ ഹെഡ് ഒരു ദിവസത്തെ ഗ്യാസിന്റെ കോസ്റ്റ് എത്രയാണെന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തും. അന്ന് ഭാരതത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ലഭ്യതകളിൽ എത്രമാത്രം കരുതലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇപ്പൊ തന്നെ തുടങ്ങിക്കോളി. എത്ര റുപ്യാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത് എന്നുള്ളത് എടുത്ത് പിടിച്ചോളിട്ടാ. കറക്റ്റ് സാധനം വരും. ഇപ്പോ എന്റെ കണക്കനുസരിച്ച് ഒരു ദിവസം 4 പേരുള്ള കുടുംബത്തിന് 9 രൂപ 30 പൈസയാണ് ചെലവായിക്കൊണ്ടിരുന്നത്. അത് ഇന്ന് ചിലപ്പോൾ അത് 11 രൂപയായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ 11 അല്ല, ചിലപ്പോൾ 25 രൂപ വരെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. കാരണം ഗ്യാസിന്റെ വില ദൈനംദിനം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നല്ലോ. മൂപ്പര് പറഞ്ഞ കണക്കാണ് ഇനി കേൾക്കേണ്ടത്. 10 രൂപയായിട്ടുണ്ടാവാം. അത് കൃത്യമായ കണക്കെടുക്കണം. ഇത് ഉജ്ജ്വല സ്കീം വഴി അല്ലെങ്കിൽ 12 രൂപയാണ്. 12 രൂപയ്ക്ക് നിങ്ങൾക്ക് മറ്റ് ഉൽപ്പന്നങ്ങൾ, ആ ഗ്യാസ് ഉപയോഗിച്ച് നമ്മൾ വിഭവങ്ങൾ ഒരുക്കുന്ന ഏത് ഉൽപ്പന്നമാണ് ലഭിക്കുന്നതെന്നും കൂടി നിങ്ങൾ അന്വേഷിക്കണം. ഉണ്ട കിട്ടും, നല്ല ഉണ്ട കിട്ടും കേട്ടോ. ഈ ഗ്യാസ് കത്തിക്കുമ്പോ 12 റുപ്യ എത്ര വരുന്നുള്ളൂ ഒരു വീട്ടിൽ? ഒരു ദിവസത്തെ കണക്കാണോ എന്ന് അറിയില്ല, സെക്കൻഡിത്തെ കണക്കാണോ എന്ന് അറിയില്ല. എന്തായാലും നല്ലൊരു കണക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ. മണ്ടത്തരാണെങ്കിലും നല്ലൊരു കണക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഗ്യാസ് കത്തിച്ച ഫുഡ് അകത്തേക്ക് പോവില്ല, അതിനാവശ്യമായ സാധനങ്ങളും കൂടി വാങ്ങാനുണ്ട്. ഈ സാധനം എവിടുന്ന വാങ്ങുക? അതിന് പൈസ വേണ്ടേ? ഈ പെട്രോൾ ഉൽപ്പന്നത്തിന്റെ വില കൂടുമ്പോ, അതേപോലെ ഗ്യാസിന്റെ വില കൂടുമ്പോ സ്വാഭാവികമായിട്ട് മറ്റുള്ള വസ്തുക്കളുടെ വില കൂടും. നിങ്ങൾ പറഞ്ഞ 12 റുപ്യ ഗ്യാസ് വെറുതെ കിടന്ന് കത്താനാന്നുള്ളത്. അതിന് മുകളിൽ പാത്രം വെച്ച് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇടുമ്പോ അത് ഒരു വീട്ടിൽ 200 രൂപയോളം ചിലപ്പോൾ ഒരു ദിവസം വരും. പുതിയ സർക്കാർ, UDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് ഇന്ധന വില കയറ്റം പിടിച്ചു നിർത്താൻ തനതായ രീതി കേരള സർക്കാർ. അതെ, അത് അവരുടെ ബുദ്ധിപരമായ നീക്കമാണ്. തനതായ രീതിയിൽ എന്ന് പറഞ്ഞാൽ തന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്ന് പറഞ്ഞിടത്ത് ഈ 5 വർഷവും, ഇന്നലെ അതും ചോദിച്ചല്ലോ, നിങ്ങൾ എന്തിനൊക്കെ വില കുറച്ചു എന്നുകൂടി പറയണമെന്ന് പഴയ ധനമന്ത്രി എടുത്ത് ചോദിച്ചല്ലോ. മെയിനായിട്ട് ഉദ്ദേശിച്ചത്, നിങ്ങൾ പെട്രോളിന്റെ കേരളത്തിലെ ടാക്സ് നിങ്ങൾ എപ്പോഴെങ്കിലും കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അമ്മേ, 50 രൂപക്ക് പെട്രോൾ തരാന്ന് പറഞ്ഞ ഒരു കൂട്ടം മണഗുണാഞ്ചന്മാരുണ്ട്. അവരെന്നെയാണ് ഇപ്പൊ ഇത് പറയുന്നതല്ലേ, കുറച്ചോ എന്നുള്ളത്. ചെങ്ങായി, ഈ 60 രൂപയെന്ന് നിങ്ങളാണ് 110, 115 രൂപയൊക്കെ എത്തിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ടാക്സ് അത് ഒഴിവാക്കണം. ഞങ്ങൾ പറയുന്നുണ്ട്, നിരന്തരം പറയുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റൂല. ഇവിടെ പെൻഷൻ കൊടുക്കണോ, കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് കുറയ്ക്കുക. അത് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് ചോദിച്ച പോലെ ഒന്ന് കുറച്ചാൽ ജനങ്ങൾക്ക് ഉപകാരമാവുമല്ലോ എന്നാണ്. പക്ഷെ എന്തുണ്ടായത്? അയാളും വന്നിട്ട് തന്നെ പറഞ്ഞ് കുറയ്ക്കാൻ പറ്റൂല എന്നുള്ളത്. കുറച്ച് തരാന്ന് പറഞ്ഞിട്ടാ കയറിയത്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ BJP ഒന്നും ചെയ്തിട്ടില്ല. BJP അടിപൊളിയാണല്ലേ, നരേന്ദ്രമോദി പൊളിയാണല്ലേ. കൊള്ളാം ചേട്ടാ, കൊള്ളാം. ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന, ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിൽ പെട്രോളിന്റെ വില എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂടിയ തുകയുടെ ടാക്സ് ഞങ്ങൾ പിരിക്കില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും തീരുമാനമെടുത്തോ? വില കൂടിയപ്പോൾ ഞങ്ങൾ ആ തീരുമാനമെടുക്കും. തനതായ രീതിയിൽ എന്ന് പറയുന്നതിനകത്ത് എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, തന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്നുകൂടി ഒരർത്ഥം അതിനകത്ത് ഉണ്ടാവും. അത് അവർ തീരുമാനിക്കട്ടെ. ഞാനത് അവരോട് എൻഫോഴ്സ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. സിലിണ്ടർ, എന്റെ പൊന്നു സുരേഷ് ഏട്ടാ, നിങ്ങൾക്കൊരു നിലയും വിലയില്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു റെസ്പെക്ടിന്റെ ആവശ്യമില്ല. സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 2014 ശേഷമാണ് ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയത്. വർഗീയത ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നതും ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല കലാപങ്ങളും ഉണ്ടായത് ഇതിന് ശേഷമാണ് എന്നുള്ളതാണ്. അപ്പോ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ആക്കിയിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വന്നിരിക്കുകയല്ലേ. കേരള സർക്കാർ ആ സെസ് കുറയ്ക്കണം, ഞങ്ങളത് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇത്ര ഭീമമായ ഒരു തുകയിലേക്ക് പെട്രോളിനെയും ഗ്യാസിനെയും എത്തിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. അതെന്തുകൊണ്ട് തേട്ടായി മറക്കുന്നേ? ഇനിയൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ച ഇപ്പൊ വരുന്ന സർക്കാരിന് കഴിഞ്ഞ സർക്കാരിന്റെ തലേക്ക്. കൊള്ളാം, നിങ്ങൾക്ക് ഒരു യോഗ്യത ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഇല്ല എന്നുള്ളതാ. നിങ്ങൾ 50 രൂപക്ക് ഒലത്തു എന്ന് പറഞ്ഞ പെട്രോൾ ഇല്ലേ, അതാദ്യം ഒലത്ത്.
എന്നിട്ട് ബാക്കി വർത്താനം പറയാൻ കേട്ടാ. എന്നാലും വല്ലാത്തൊരു കണക്കായി. ഒരു വീട്ടില് ഗ്യാസ് ഇങ്ങനെ കത്തിച്ച് ഓണാക്കണതിന് 12 റുപ്യാണ് ചെലവാവുക എന്നാ പറഞ്ഞത്. എത്ര, ഒരു സെക്കൻഡിനാണോ ഒരു മണിക്കൂറിനാണോ? അതിന് മുകളിൽ ചട്ടി വെച്ച് അതിൽ സാധനങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കണ്ടേ ഫുഡ്, അതിനൊരു ലോഡ് പൈസ ആവും ചേട്ടായി. അത് ഇന്ധന വില കൂടുന്നത് കൊണ്ടും ഗ്യാസ് വില കൂടുന്നത് കൊണ്ടാന്നുള്ളതാ. പുറത്ത് പോയിട്ട് ഒരു ചായ കുടിക്കണമെങ്കിൽ ഒരു ചായയുടെ വില 20 രൂപയാണ്. ഒന്നും വേണ്ട, ഒരു പൊറോട്ട ബീഫ് അടിക്കാന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ ഒരു പൊറോട്ടയുടെ വില 15 റുപ്യ, ബീഫിന്റെ വില 160 റുപ്യ. അതിങ്ങനെ കേറി പോയിക്കൊണ്ടിരിക്കുക. ഈ സാധാരണക്കാരന്റെ വിഷമൊക്കെ ആരെങ്കിലും കാണുമോ? പെട്രോളിനും ഗ്യാസിന്റെയും വില കുറയുന്നില്ലെങ്കിലും നിങ്ങളുടെ വില നന്നായിട്ട് കുറയുന്നുണ്ട്. അപ്പൊ ശരി സുലാൻ.